ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രണ്ടുകൈ വനമേഖലയിലുള്ള 3 കിലോമീറ്റർ ദൂരം ഉൾക്കാട്ടിൽ തേനെട്ടാംപാറയിൽ നിന്ന് 600 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ രാജുവിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി നശിപ്പിച്ചു. തേനെട്ടാംപാറ ചോലയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂങ്കുലകളും കരിമ്പും ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ മികച്ച ഇനം വാഷ് തയ്യാറാക്കി ചാരായം വാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത്. മലയോര പ്രദേശത്ത് വിവിധ ഉത്സവാഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് 1500 രൂപ നിരക്കിൽ വിവിധ വാറ്റുകാർ കൊടുക്കുന്നതായി ഉള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചത്. ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ്, ചായപ്പൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് ദാസ്, അനീഷ് ചന്ദ്രൻ, മുഹമ്മദ് ഷാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. വ്യാജ മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം എന്നിവയെക്കുറിച്ച് രഹസ്യവിവരം നൽകാവുന്നതാണ്. ഫോൺ 048027055522. ഇതിൻ്റെ ഒന്ന് ഇതെടുക്കും. അത് എടുക്കും. അത് ഒരു മിനിറ്റ് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ടോ? ഇനി ഒരു ചകലുണ്ട് കട്ട് ചെയ്യണ്ട കേട്ടാ. അയ്യോ, ഇത് ഗംഭീരമായി. ഇതിൻ്റെ കരിമ്പ് ഈ സൈഡ് ഇല്ല. ആ ഓക്കെ അല്ലേ? ആ അന്നറിയണ ഫോട്ടോ വീഡിയോയുടെ ഇടയിലൊന്ന് പ്രത്യേക ഫോട്ടോ വരും. സംസാരിച്ചാൽ അതൊന്നും കുഴപ്പമില്ല. വീഡിയോ അങ്ങോട്ട് പോണ വീഡിയോ എടുക്കണം. ഓക്കെ. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ കീഴിലുള്ള കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഉൾക്കാട്ടിൽ നിന്ന് ഏകദേശം 600 ലിറ്റർ വാഷാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് ഏകദേശം നല്ല ഇനം വിവിധ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ കരിമ്പിൻ ചണ്ടികൾ, അതുപോലെ പൂങ്കുല എന്നിവ ചേർത്ത വിവിധ പാത്രങ്ങളായ ഏകദേശം 600 ലിറ്റർ വാഷ് വാറ്റാനായിട്ട് പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത്, മലയോര പ്രദേശത്ത് വിവിധ വിവാഹാഘോഷങ്ങൾക്കും അതിനോടൊപ്പം തന്നെ വിവിധ ഉത്സവങ്ങൾക്കും വളരെ ഉയർന്ന തോതിൽ ലിറ്റർക്ക് 2000 രൂപ വില വരാവുന്ന രീതിയിലുള്ള ചാരായമാണ് നിലവിൽ കൊടുക്കുന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇനിയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന വലിയ ഒരു ഗ്രൂപ്പ് വിവിധ പ്രദേശങ്ങൾ ക്യാമ്പ് ചെയ്ത് റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇതുമായി സഹകരിച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തന്നെയല്ല, നമ്മുടെ പ്രദേശത്തെ വ്യാജമദ്യത്തിനെതിരെ കൂട്ടമായിട്ട് നമ്മുടെ ട്രൈബൽ മേഖലയിൽ നിന്ന് വിമുക്തമാക്കുന്നതിനുള്ള വളരെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരോ